അഖിലേട്ടാ ഇല്ല, ലേറ്റ് ആക്കത്തില്ല. നാളെ രാവിലെ തന്നെ വരും. ആ, രാവിലത്തെ ബസ്സിൽ തന്നെ വരാനാ, 8 മണിയുടെ ബസ്സിന് വരാം. ആ, ശരി. ഇല്ല ഇല്ല, വൈകില്ല. ശരി. ആരാ? അഖിലായിരുന്നു വിളിച്ചേ? ആ, അഖിലേട്ടനാ ചേച്ചി. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങോട്ട് വരാൻ എത്ര നാളായെന്നറിയോ ആഗ്രഹിക്കണേ. കല്യാണം കഴിഞ്ഞയുടെ ആ ഒരു വിരുന്നിന്റെ സമയത്ത് വന്ന, പിന്നെ ഇങ്ങോട്ട് വരാനേ പറ്റിയിട്ടില്ല. ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ ഓരോ കാരണം പറഞ്ഞ് തട്ടി മാറ്റും. എത്ര പേരുടെ സമ്മതം കിട്ടിയിട്ടാന്ന് പറയും ഞാനിന്നിപ്പോ ഇങ്ങോട്ട് വന്നേക്കണേ. അതും ഒരു ദിവസത്തേക്ക്. പോയി നിൽക്കണ്ടെന്ന് ആദ്യം പറഞ്ഞു. രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നാ ഒത്തിരി കാലം പിടിച്ചിട്ടാ ഒരു ദിവസം നിന്നോളാൻ പറഞ്ഞ്. എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനും അമ്മയുടെയും കാണാൻ വരണേന് ഞാൻ ആരോടൊക്കെയാണ് സമ്മതം ചോദിച്ചെന്നറിയും. ചേട്ടനോട്, ചേട്ടൻ്റെ അമ്മയോട്, അച്ഛനോട്, നാട്ടുകാരോട്, ബന്ധുക്കാരോട്, അയൽവക്കക്കാരോട് എല്ലാവരുടെയും സമ്മതം കിട്ടിയിട്ടാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്. എന്തൊരു ഗതികേടാ അല്ലേ. ദൈവം സഹായിച്ച് എനിക്ക് പിന്നെ ആ കുഴപ്പമില്ലാടി. അരുണേട്ടൻ്റെ വീട്ടുകാർക്ക് ഞാനിപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വരണേനോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാനൊന്നും എനിക്ക് അച്ഛനമ്മേനൊന്ന് കാണാൻ കൊതിയാവണമെന്ന് പറഞ്ഞ് തന്നെ നീ പൊക്കോടി പൊക്കോ, ഒരു മറുവാക്ക് പോലും പറയാണ്ട് അരുണേട്ടൻ വണ്ടി വിളിച്ചു തരും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടാക്കി തരണമെന്നൊക്കെ ചോദിക്കും. ആ ഒരു കാര്യത്തിൽ എന്നാലും എനിക്ക് ഭാഗ്യ. ശരി ചേച്ചി, ചേച്ചി ഭയങ്കര ഭാഗ്യവതി ആ കാര്യത്തിൽ.